ഓക്കെ, താഴേക്ക് കാണിക്കട്ടെ. ഓക്കെ സെക്കൻഡേ. താഴേക്ക് ഇതാണ്. Determine the time required for a settlement of 2.5 centimeter to occur. Compute the settlement that would occur in 1 year. താഴത്തെ ആ ടേബിളിൽ ക്വസ്റ്റ്യനിലേക്ക് തന്നിരിക്കുന്നതാണ് കൺസോൾട്ടേഷൻ്റെ പെർസെൻറ്റേജും അതിനനുസരിച്ചുള്ള ടൈം ഫാക്ടറും. അത് ആ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഓരോ പെർസെൻറ്റേജ് കൺസോൾട്ടേഷൻ എത്രത്തോളം ടൈം ഫാക്ടർ ഉണ്ടെന്നുള്ള വാല്യൂ ആ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. എഴുതിയോ? എഴുതി കഴിഞ്ഞോ ക്വസ്റ്റ്യൻ? ഇത്ര സബ് ഡിവിഷനൊക്കെ വരുമ്പോൾ അത് 14 മാർക്കിന് തന്നെ ചോദിക്കുള്ളൂ. 10 മാർക്ക് അല്ലെങ്കിൽ 14 മാർക്ക് അങ്ങനെ ചോദിക്കുള്ളൂ. ക്വസ്റ്റ്യൻ എഴുതിയോ? പറയട്ടെ. ഓക്കെ, ഇതൊരു ക്ലേ ലെയർ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 3 മീറ്റർ ആണെന്ന്. മുകളിലൊരു പെർമിയബിൾ ബിഹേവിയർ ആണെന്ന് പറഞ്ഞു. താഴെ ഒരു ഇൻപെർമിയബിൾ റോക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ പിന്നെന്താ പറഞ്ഞേക്കണേ? ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. സി വിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.025 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് ആണ്. ദെൻ ഫൈനൽ സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയായിരുന്നു? 8 സെൻറ്റിമീറ്റർ ആയിരുന്നോ? അല്ലേ, 8 സെൻറ്റിമീറ്റർ ആയിരുന്നു. പിന്നെന്താ തന്നിരിക്കണേ? തിക്നെസ് തന്നിട്ടുണ്ട്. ക്ലേയുടെ തിക്നെസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണ് ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ഫോർ 50% കൺസോൾട്ടേഷൻ. 50% കൺസോൾട്ടേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കും? അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ യുവിൻ്റെ വാല്യൂ 50% ആണ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ഉള്ള സ്മോൾ ലെറ്റർ ടി എത്ര ടൈം എടുക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യനിൽ സി വി അറിയാം, 50%-ൻ്റെ എന്താണ് ടൈം ഫാക്ടറും അറിയാം. ഇനി സി വി കാണാനായിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് കൺസോൾട്ടേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ടി വി ഡി സ്ക്വയർ ബൈ ടി ആണ്. അതിൽ ഡി എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് ആണ്. ഇവിടെ ഒരു സൈഡ് പെർമിയബിളും മറ്റേ സൈഡ് ഇൻപെർമിയബിളും ആയതുകൊണ്ട് ഡിയുടെ വാല്യൂ ഹൈറ്റ് തന്നെയായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 3 മീറ്റർ. കാരണം എന്താണ്? സിംഗിൾ ഡ്രെയിനേജ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പം ഡിയുടെ വാല്യൂ അറിയാം,
ടൈം ഫാക്ടർ അറിയാം 50%, കോഎഫിഷ്യൻ്റ് ഓഫ് കൺസോൾട്ടേഷനും അറിയാം. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? സ്മോൾ ലെറ്റർ ടിയുടെ വാല്യൂ, ഹൗ മച്ച് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. 50% കൺസോൾട്ടേഷൻ അച്ചീവ് ചെയ്യാൻ എത്ര ടൈം എടുക്കും? ക്ലിയർ ആയോ? രണ്ട് സൈഡിലേക്കാണ് പെർമിയബിൾ ആയിട്ടുള്ളത്. ഒരു സൈഡിൽ പെർമിയബിൾ, അണ്ടർലൈനിൽ റോക്കാന്നല്ലേ പറഞ്ഞത്, ഇൻപെർമിയബിൾ റോക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല, അതാണോ ഈ സിംഗിളും ഡബിളും തീരുമാനിക്കുന്നത്? സിംഗിളും ഡബിൾ അല്ലല്ല, രണ്ട്. നമ്മൾ കൺസോൾട്ടേഷൻ ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ 2 പോറസ് സ്റ്റോൺ വയ്ക്കുന്നു പറഞ്ഞു. കൺസോൾട്ടേഷൻ നമ്മൾ ഒരു റിംഗ് ആണ്, ആ റിങ്ങിൽ നമ്മൾ സോയിൽ വെച്ചിട്ട് 2 സൈഡിലും പോറസ് സ്റ്റോൺ വയ്ക്കും. ഓക്കെ, ആ പോറസ് സ്റ്റോണിൻ്റെ ബിഹേവിയർ അനുസരിച്ചിരിക്കും. നമ്മൾ ആക്ച്വൽ ഫീൽഡിൽ 2 സൈഡ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. പക്ഷെ നമ്മൾ കൺസോൾട്ടേഷൻ മീറ്ററിലിട്ട് ചെയ്യുമ്പം പെർമിയബിലിറ്റി, അതാണ് ഇതിൻ്റെ ഡിഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഒരു ആക്സിയൽ ഡയറക്ഷനിൽ മാത്രമാണ് കൺസോൾട്ടേഷൻ നടക്കുന്നുള്ളൂ. അതായത് താഴെ നിന്ന് മുകളിൽ നിന്ന് മാത്രമേ വെള്ളം പുറത്തേക്ക് പോകുന്നുള്ളൂ എന്നാണ് ഈ ടെർസാഗി പറയുന്നത്. പക്ഷെ ആക്ച്വൽ ഫീൽഡ് വരുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ആ സ്റ്റഡിയുടെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ ചെയ്യണേ, മുകളിൽ താഴെ നിന്നുള്ള. അപ്പം പെർമിയബിൾ ബിഹേവിയർ 2 സൈഡിലും ഉണ്ടെങ്കിൽ ആ ഡ്രെയിനേജ് പാത്ത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? മുകളിൽ നിന്നും താഴെ നിന്നും വെള്ളം പുറത്തേക്ക് പോകും. അതുകൊണ്ട് ആ ലെയറിൻ്റെ ഹൈറ്റ് ആയിരിക്കും ഡ്രെയിനേജ് പാത്തായിട്ട് എടുക്കുക. ഡ്രെയിനേജ് പാത്ത് എന്ന് പറഞ്ഞാൽ ലെയറിൻ്റെ ഹാഫ് ആയിരിക്കും, ആ ഹൈറ്റിൻ്റെ ഹാഫ് ആയിരിക്കും 2 സൈഡിൽ നിന്നും വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ. ഇനിയിപ്പം ഒരു സൈഡ് മാത്രമേ പെർമിയബിൾ ഉള്ളൂ എങ്കിൽ നമ്മൾ ആ ഡ്രെയിനേജിനെ സിംഗിൾ ഡ്രെയിനേജ് എന്ന് പറയും. ആ ടൈമിൽ ഡ്രെയിനേജ് പാത്ത് എന്ന് പറയുന്നത് ആ ക്ലേ ലെയറിൻ്റെ ഹൈറ്റ് ആയിരിക്കും. സിംഗിൾ ഡ്രെയിനേജ് ആണെന്ന് പറയുന്നത് ഒരു സൈഡ് ഇൻപെർവിയസ് റോക്കും മറ്റേ സൈഡിൽ പെർമിയബിൾ ബിഹേവിയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതെ. മറ്റേത് 2 സൈഡിലും പെർമിയബിൾ ആവുമ്പോൾ എങ്ങനെയാ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ പകുതി മുകളിലേക്കും പകുതി താഴേക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് D=H/2 എന്ന് പറഞ്ഞ ഹൈറ്റിലെടുത്ത് ചെയ്യുന്നത്. ഇത് 3 മീറ്ററിലുള്ള ക്ലേയുടെയും വെള്ളം പോകുന്ന ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ, മുകളിൽ കൂടെ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ സിംഗിൾ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ Hന്റെ വാല്യൂ 3 മീറ്റർ എടുക്കുന്നത്, അല്ലെങ്കിൽ Dയുടെ വാല്യൂ 3 മീറ്റർ എടുക്കുന്നത്. ദെൻ ഇതിൽ നിന്ന് സ്മോൾ ലെറ്റർ Tയുടെ വാല്യൂ കണ്ടുപിടിക്കുക. മിനിറ്റിൽ കിട്ടുമ്പോൾ ഇപ്പൊ വലിയൊരു ഉത്തരമായിരിക്കും നിങ്ങൾക്ക് കിട്ടണേ. ഏകദേശം ഏതാണ്ട് 70, 50, 600 അത്രയും കണ്ട് കിട്ടും. അത്രയും മിനിറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഇയേഴ്സിൽ എഴുതാം. ഇയറിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വർഷം 365 ദിവസം. എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ്. എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ്. അപ്പം ഇത് ചെയ്യുമ്പം നമുക്ക് ഇയേഴ്സിൽ കിട്ടും ആൻസർ. മിനിറ്റിൽ എഴുതിയാലും കറക്റ്റാണ്, ഇയറിൽ എഴുതിയാലും കറക്റ്റാണ്. ഏകദേശം 1.34 ഇയേഴ്സ് എന്ന് കിട്ടും. നമുക്ക് ടി ആണോ കണ്ടുപിടിക്കണ്ടേ? സ്മോൾ ടി. സ്മോൾ ലെറ്റർ ടി. ഹൗ മച്ച് ടൈം എന്നല്ലേ ചോദിച്ചേക്കണേ? ടൈം ഫാക്ടർ ടിവി എന്ന് പറയുന്ന ടൈം ഫാക്ടർ എന്ന് പറയുന്ന വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് യുവിനെയാണ്. ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ, യു എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ആണ്. അതിനെയാണ് യു ടി വി ഡിപ്പെൻഡ് ചെയ്യണേ. അത് നമ്മൾ ഓൾറെഡി തിയറി പറയുമ്പോൾ പറയുന്നുണ്ട്, യുവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ ടൈം ഫാക്ടർ കാണാൻ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, യുവിൻ്റെ വാല്യൂ ലെസ് ദാൻ 60 ആണെങ്കിൽ ടി വി കാണാൻ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ടൈം ഫാക്ടർ തന്നിട്ടില്ലെങ്കിൽ ടൈം ഫാക്ടർ കാണുന്നത്. ഇവിടുത്തെ കേസിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും ഡിവിഷൻ ഉള്ളതുകൊണ്ട് ഓരോ പെർസെൻറ്റേജിനും ഉള്ള ടൈം ഫാക്ടർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോകണ്ട. അപ്പം അതുകൊണ്ട് നമ്മൾ ടൈം ഫാക്ടർ ഡയറക്റ്റ്ലി ചെയ്യാം. ഇവിടെ 0.196 ആണ് എടുക്കേണ്ടത്. 50%ന് 0.196 ആ വാല്യൂ ഇടുക ടൈം ഫാക്ടർ. നിങ്ങൾ ചാർട്ടൊന്നും കേട്ടണ്ട, നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു വാല്യൂ തരും.
ഇപ്പോൾ സപ്പോസ് ടി വിയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ <60 ആണോ <60 ആണോ എന്ന് നോക്കുക. അതിനനുസരിച്ചുള്ള ടൈം ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. താഴെ വന്നിട്ടുണ്ട് ഇനി ആ രീതിയിൽ ചെയ്യുന്ന പ്രോബ്ലം. ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത് 50% വാല്യൂ സ്റ്റാൻഡേർഡ് ആണ്, 0.196. അതുപോലെ തന്നെ 90%. ഈ രണ്ട് വാല്യൂ നിങ്ങൾ എപ്പോഴും മൈൻഡിലിട്ടേക്കാം. കാരണം നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പം 50%-നുള്ള ടൈം ഫാക്ടർ നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ 90%-നും. ആ രണ്ട് ഗ്രാഫിലുണ്ട്, ലോഗറിതമിക് ടൈം ഫിറ്റിംഗ് മെത്തേഡിലും സ്ക്വയർ റൂട്ട് ടൈം ഫിറ്റിംഗ് മെത്തേഡിലും. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ 90യുടെ വാല്യൂം ഒരെണ്ണത്തിൽ 50യുടെ വാല്യൂം സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പഠിച്ചു വയ്ക്കുക. കിട്ടിയോ ടൈം ഫാക്ടർ? എത്ര കിട്ടിയ? 0.96 divided by 0.05 അല്ലേ വരുള്ളൂ. എവിടെ മിസ്റ്റേക്ക് പറ്റിയെന്ന് D1 അല്ലേ എടുക്കണേ? 1 3 സ്ക്വയർ. ശരി ശരി. T is equal to TV D square by CV. TVയുടെ വാല്യൂ 0.196 ആണ്. D എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. CV 0.025. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെയൊക്കെ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യിച്ചാൽ ഇതാണ് ചെയ്യാൻ എളുപ്പം. കുറേ തിയറി എഴുതി വെക്കണേക്കാളും എളുപ്പം മാർക്ക് കിട്ടാൻ പ്രോബ്ലം ചെയ്യാണ്. പ്രോബ്ലം കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ. വളരെ 70.56 ആണ് കിട്ടുന്നത്. 70 പോയിന്റ് ആണോ? എവിടെ മിസ്റ്റേക്ക് പറ്റുന്ന മനസ്സിലാവുന്നില്ല. ഇതല്ലേ മിസ് ഇട്ടേക്കണല്ലേ ഉള്ളൂ. 0.05 കൊണ്ട് ഡിവൈഡ് ചെയ്യണല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? എവിടെ മിസ്റ്റേക്ക് പറ്റിയേ? യൂണിറ്റ് ഒരു മിനിറ്റ്. സിവിയുടെ യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ 300 സെന്റിമീറ്ററിലാക്കണം. അതാണ് മിസ്റ്റേക്ക്. സെന്റിമീറ്റർ സ്ക്വയർ ബൈ മിനിറ്റ് എന്ന് നടക്കണം. അപ്പോൾ ആ ഹൈറ്റിന്റെ വാല്യൂ സെന്റിമീറ്ററിൽ കൊടുക്കണം. അതായത് ഡ്രെയിനേജിന്റെ വാല്യൂ. അതാണ് മിസ്റ്റേക്ക്. അതാണ് സോറി അത് ഞാൻ ശ്രദ്ധിച്ചില്ല. സിവിയുടെ വാല്യൂ സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റിലാണ്. അപ്പോൾ നമ്മൾ ഹൈറ്റ് കൊടുക്കുമ്പോൾ, അതായത് ഡ്രെയിനേജ് D കൊടുക്കുമ്പോൾ സെന്റിമീറ്ററിൽ കൊടുക്കണം. അപ്പോൾ 300 സ്ക്വയർ എന്ന് വരും. അതാണ് മിസ്റ്റേക്ക്. വെരി സോറി. നിങ്ങൾ യൂണിറ്റ് ശ്രദ്ധിക്കുക കേട്ടോ. സിവിയുടെ യൂണിറ്റ് പ്രത്യേകിച്ച് അതിനനുസരിച്ച് നമ്മൾ ഹൈറ്റും കാര്യങ്ങളും ഡ്രെയിനേജ് പാത്ത് ഇട്ട് കൊടുക്കുക. കിട്ടിയില്ലേ? 7055600 മിനിറ്റ്സ്. ഇയറിലാക്കണമെങ്കിൽ ആക്കണമെങ്കിൽ എങ്ങനെയാണ്? 360 ഡിവൈഡഡ് ബൈ 365 ബൈ 24 ഇൻറ്റു 60. 60 മിനിറ്റ് അല്ലേ? പെർ ഡേയിലല്ലേ അല്ലെങ്കിൽ കിട്ടുള്ളൂ. അടുത്തത് രണ്ടും വേണം ചെയ്യാമോ? 90%-നുള്ള ടൈമും 80%-നുള്ള ടൈമും ഇതേപോലെ തന്നെ. %% കൺസോൾട്ടേഷനുള്ള ടൈമും
80% കൺസോൾട്ടേഷനുള്ള ടൈം. ഇതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും. അല്ല 80 വരെയല്ലേ തന്നിട്ടുള്ളൂ. അപ്പം 90 ഇങ്ങനെ. 90യുടെ വാല്യൂ സ്റ്റാൻഡേർഡ് ആണ് 0.848. ആ ആ അത് ഒന്ന് എഴുതി വെച്ചോളൂ. ടൈം ഫാക്ടർ ആ ടേബിളിൻ്റെ കൂടെ എഴുതി ആഡ് ചെയ്ത് വെച്ചാലും മതി. 90ക്ക് 0.848 ആ ടേബിളിനകത്ത് അതും കൂടെ ആഡ് ചെയ്തോ. 90%-ന് ടൈം ഫാക്ടർ 0.848. 848 ഉണ്ടോ? 0.848. ആ ഓക്കെ. 848 ആ ടേബിളിൽ ക്വസ്റ്റ്യൻ്റെ കൂടെ ഗിവൺ ഡേറ്റയുടെ കൂടെ എഴുതി വെച്ചു. അത് നയൻറ്റി പെർസെൻറ്റേജിനും 80%-നും എത്ര ടൈം എടുക്കും? മിനിറ്റ് പറഞ്ഞാലും മതി കേട്ടോ. നിങ്ങൾ ഇനി ഇയറിലാക്കണം എന്നില്ല. 90%-നും 80%-നും എത്ര കിട്ടിയെന്ന് മിനിറ്റ് പറഞ്ഞാലും മതി. കിട്ടിയോ 90%-ന്? 5.808 ആണ്. ഇയർ 5.81 ഇയേഴ്സ് കറക്റ്റാണ്. ഇനി 80%-നും കിട്ടിയോ? 3.88. ഓക്കെ. ഇനി അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് പറഞ്ഞിരിക്കണം എന്താ? ഡിറ്റർമൈൻ ദ ടൈം റിക്വയർഡ് ഫോർ എ സെറ്റിൽമെൻറ്റ് ഓഫ് 2.5 സെൻറ്റിമീറ്റർ ടു ഒക്വർ. നേരെ തിരിച്ചു ചോദിച്ചു. നമുക്ക് സെറ്റിൽമെൻ്റ് ഉണ്ട്. 2.5 സെൻറ്റിമീറ്റർ സെറ്റിൽമെൻറ്റ് ഉണ്ടാകാൻ എത്ര ടൈം എടുത്തു? ഇത്രയും നേരം ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ തന്നിട്ട് എത്ര ടൈം എടുത്തു എന്നാണ് ചോദിച്ചത്. ഇപ്പം നേരെ തിരിച്ച് ചോദിച്ചു. നമുക്ക് സെറ്റിൽമെൻറ്റ് തന്നു, അതായത് പ്രസൻറ്റ് സെറ്റിൽമെൻറ്റ് തന്നു. ഓക്കെ. ഇപ്പം നിലവിലുള്ള സെറ്റിൽമെൻറ്റ് എന്ത് വരും? S is equal to നിലവിലുള്ള സെറ്റിൽമെൻറ്റ് 2.5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഓക്കെ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഡേറ്റ
ഫൈനലി ആ സോയിലിന് സംഭവിക്കുന്ന സെറ്റിൽമെന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ് ഫൈനൽ സെറ്റിൽമെന്റ്? 8 സെന്റിമീറ്റർ ആണ്. ഇപ്പം ഇത് പ്രസന്റ് സെറ്റിൽമെന്റ് കിട്ടോ. പ്രസന്റ് സെറ്റിൽമെന്റ് 2.5. ഫൈനൽ ആയിട്ട് ആ ലെയറിന് ഉണ്ടാവുന്ന സെറ്റിൽമെന്റ് 8 സെന്റിമീറ്റർ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇപ്പോഴേ ഉള്ള സെറ്റിൽമെന്റും അറിയാം, ഫൈനൽ ആ സോയിലിൽ ഉണ്ടാവുന്ന സെറ്റിൽമെന്റും അറിയാം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ കിട്ടും, യു കിട്ടും. എങ്ങനെ കിട്ടും? പ്രസന്റ് സെറ്റിൽമെന്റ് ഡിവൈഡഡ് ബൈ ഫൈനൽ സെറ്റിൽമെന്റ് ഇൻറ്റു 100%. ദെൻ യു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം കണ്ടുപിടിക്കാം. യു കിട്ടിക്കഴിഞ്ഞാൽ ടൈം എങ്ങനെ കാണാം? യു കിട്ടിയ ടൈം എങ്ങനെ കാണാം? യു നോക്കുക, അതിന് കറസ്പോണ്ടിങ് ടൈം ഫാക്ടർ എത്രയാന്ന് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ആ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും നേരം നമുക്ക് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ അറിയായിരുന്നു, അതിൽ നിന്നായിരുന്നു നമ്മൾ ടൈം കണ്ടുകൊണ്ടുവരുന്നത്. ഇവിടെ നമ്മളോട് നേരെ തിരിച്ചാ ചോദിച്ചിരിക്കുന്നത്. സെറ്റിൽമെന്റ് തന്നു, 2.5 സെറ്റിൽമെന്റ് ഒക്വർ ചെയ്യാൻ എത്ര ടൈം എടുക്കും? അപ്പോൾ ഫൈനലി ആ സോയിൽ ഉണ്ടാവുന്ന സെറ്റിൽമെന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് കാണാം? ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ കണ്ടുപിടിക്കാം. എത്ര ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ വരും നോക്കിയേ. യു ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നോക്ക്. അത് 2.5/8 അല്ലേ? അത് 31.25. 31.25% ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്തെടുക്കാം? ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിന്ന് ഇന്റർപോളേറ്റ് ചെയ്യാം നമുക്ക്. ഒന്നെങ്കിൽ ടൈം ഫാക്ടറിന്റെ വാല്യൂ ഇവിടെ ഇപ്പൊ തന്നേക്കണോണ്ട് ടി വി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ബൈ ഇന്റർപോളേഷൻ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ടേബിൾ ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. നമുക്ക് യുവിന്റെ വാല്യൂ കിട്ടി 31.25. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു രണ്ട് കണ്ടീഷൻ. ഒന്ന് യു ലെസ് ദാൻ 60%. അപ്പോൾ ടി വി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ π/4 യു സ്ക്വയർ ബൈ 100 ആണ്. യു ബൈ 100 ഹോൾ സ്ക്വയർ. അടുത്തത് യു ഗ്രേറ്റർ ദാൻ 60% ആയിരുന്നു എങ്കിൽ ടൈം ഫാക്ടർ ടി വി എന്ന് പറയുന്നത് 1.781 മൈനസ് 0.933 ലോഗ് 10⁻100 മൈനസ് യു. ഇതിലേതെങ്കിലും ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ചെയ്യുക. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ രണ്ട് ഇക്വേഷനും നമ്മുടെ നോട്ടിലുണ്ട്. അപ്പം നമുക്ക് യുവിൻ്റെ വാല്യൂ തന്നു. ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റർപോളേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അങ്ങനെ ഒന്നും വാല്യൂസ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെ തന്നിരിക്കുന്ന കണ്ടീഷൻ ഏതാണെന്ന് നോക്കുക. ആ കണ്ടീഷൻ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ടൈം ഫാക്ടർ ചെയ്യണം. നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും ഇത് നോട്ട് ചെയ്ത് വെച്ചോളാം. ഇതിൽ നിങ്ങൾ ഇന്റർപോളേറ്റ് ചെയ്താൽ മതി. ഇന്റർപോളേറ്റ് ചെയ്യുമ്പം ടി വിയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് പറ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇന്റർപോളേറ്റ് ചെയ്ത് ടൈം ഫാക്ടർ ടി വി എത്ര കിട്ടുമെന്ന് പറ. .779 ശരിയാണ്. TV is equal to ഫോർമുല വെച്ചൊന്ന് നോക്കട്ടെ. ചെയ്ത് നോക്കോ. ഏകദേശം ആ റേഞ്ചിൽ തന്നെ കിട്ടും.
യു ഈക്വൽ ടു 31.25% ആയിരുന്നു. ടി വിയുടെ വാല്യൂ 0.078 ഇൻ്റർപൊളേഷൻ വഴി. ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഇതിനടുത്തെങ്ങാണ്ടാ കിട്ടുന്നതെന്ന് തോന്നുന്നു. ആ ചെറിയ വേരിയേഷൻ ആയിരിക്കും. ഇവിടെ നമ്മൾ വാല്യൂ തന്നേക്കുമല്ലേ, അപ്പം അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ടേബിൾ ഇതുപോലെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പോകണ്ട, ഡയറക്റ്റ് ഇൻ്റർപൊളേറ്റ് ചെയ്യുക. ഇനി എന്ത് കണ്ടുപിടിക്കുക? സ്മോൾ ലെറ്റർ ടി കണ്ടുപിടിക്കുക. ടി കാണുന്നത് എങ്ങനെയാണ്? ടി വി d²/CV. ടി വി നമുക്ക് കിട്ടി 0.078 ആണ്, ഡി 300 ആണ്, CV 0.025 ആണ്. അപ്പോൾ ടൈം കിട്ടും. ടൈം കിട്ടിയോ? മിനിറ്റിലായാലും പറഞ്ഞാൽ മതി. 280 അതായത് 280 800 അല്ലേ? 800 ആ എത്രയാ? 0.52 ഇയേഴ്സ് അങ്ങനെയല്ലേ പറഞ്ഞേ? 534 അങ്ങനെ നമ്മൾ ഇയർ പറയില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനെ എന്താക്കി പറയാൻ വേണമെങ്കിൽ ഡേയ്സിൽ പറയാം. ആ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ട. അപ്പൊ ഇത്ര ഡേയ്സ് എന്ന് കിട്ടും. ഒന്നെങ്കിൽ മന്തിൽ പറയാ, അല്ലെങ്കിൽ ഇയറിൽ പറയാ, അല്ലെങ്കിൽ ഡേയ്സിൽ പറയാ. 32 days. 32 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആൻസറിന്. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞേ? 365 24. അപ്പൊ അത്രയാണോ കിട്ടണേ? നോക്കാട്ടോ. അറുപത് മാത്രം മാറ്റി കഴിഞ്ഞാൽ 32 തന്നെ കിട്ടും. സോറി 60 അല്ലല്ലോ, 365 അല്ലേ മാറ്റണ്ടേ? ഡേയ്സ് അല്ലേ? സോറി ഞാൻ പറഞ്ഞ തെറ്റിപ്പോയത്. വെരി സോറി. 365 അല്ലേ മാറ്റണ്ടേ? വെരി സോറി. 365 ആകുമ്പോഴല്ലേ ഒരു വർഷം ആവണേ. വെരി സോറി. എന്നാലല്ലേ ഡേയ്സ് കിട്ടുള്ളൂ. 195 ഡേയ്സ് എന്ന് കിട്ടും. വെരി സോറി കേട്ടോ. 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. എനിക്ക് പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. ഓക്കെ, ക്ലിയർ ആയോ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് പാർട്ട് എന്താ ചോദിച്ചേക്കണേന്നൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? ലാസ്റ്റ് വൺ ചോദിച്ചേക്കണേ, കമ്പ്യൂട്ട് ദ സെറ്റിൽമെന്റ് ദാറ്റ് വുഡ് ഒക്കർ ഇൻ 1 year. ഒരു വർഷം കൊണ്ടുണ്ടാകാവുന്ന സെറ്റിൽമെന്റ്. ഇതിനകത്ത് ടി കിട്ടാ പോലെ 1 year. അപ്പൊ നമ്മൾക്ക് സിവിയുടെ വാല്യൂ തന്നേക്കണ പെർ മിനിറ്റിലൊക്കെയാ. മനസ്സിലായോ? കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷന്റെ വാല്യൂ തന്നിരിക്കണ എന്തിലാണ്? സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റിലാണ്. അപ്പൊ നമ്മൾ ആ ടൈമിനെ എന്തിലാക്കണം? മിനിറ്റിലാക്കണം. നമ്മളോട് പറഞ്ഞിരിക്കണ ഇതാണ്, ഒരു വർഷം ടി എന്ന് പറഞ്ഞാൽ 1 year ആണ്. ആ സമയത്ത് ഉണ്ടാവുന്ന സെറ്റിൽമെന്റ് 1 year എന്ന് പറഞ്ഞാൽ നമുക്ക് സി വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.025 സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റിലാണ്. അത് ഇയറിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.
ഇവിടെ നമ്മൾ അപ്പോൾ എന്താക്കണം, ഈ ഇയറിനെ മിനിറ്റിലാക്കണം. 365 ഇൻറ്റു 60 ഇൻറ്റു 24, അത്രയും മിനിറ്റ് കിട്ടും. 3.6 ഇൻറ്റു 10⁻6 എന്ന് കിട്ടും. അത്രയും മിനിറ്റ് അല്ല, 3.6 അല്ലല്ലോ, 5.56 5.26 26 into 10⁻5. 26 ഇൻറ്റു 10⁻5 മിനിറ്റ് എന്ന് കിട്ടി. ഇതാണ് ഒരു വർഷം എന്ന് പറഞ്ഞ. ഈ ഒരു വർഷം കൊണ്ട് എത്ര സെറ്റിൽമെന്റ് ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കണേ. നമ്മൾക്ക് വേണ്ടത് സെറ്റിൽമെന്റ് ആണ്. അപ്പൊ ഇവിടെ എന്തറിയാം, ടൈം കിട്ടി, ഇത്രയാണെന്ന് മനസ്സിലായി. ടൈം ആക്ച്വലി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണേ, ടി ഈസ് ഈക്വൽ ടു എങ്ങനെ കാണണേ, ടി വി ഡി സ്ക്വയർ ബൈ സി വി വെച്ചിട്ടാ. ഇതിൽ ഡിയും സി വിക്കും എന്താണ്, മാറ്റമൊന്നുമില്ല. അപ്പൊ എത്ര വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3.6 ഇൻറ്റു 10⁻6 ടി വി എന്ന് വരും, ടൈം ടി. ഈ ഡി സ്ക്വയർ ബൈ സി വി ചെയ്യുമ്പോൾ 3.6 ഇൻറ്റു 10⁻6 എന്നാണ് വരണേ. അപ്പം ഈ ടൈമും ഇതിനെ 1 എന്ന് വിളിക്കുക, ഇത് 2, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, 3.6 ഇൻറ്റു 10⁻6 ടൈം ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്, 5.26 ഇൻറ്റു 10⁻5 ആണ്. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം, ടൈം ഫാക്ടർ കണ്ടുപിടിക്കാം. ടൈം ഫാക്ടർ കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം, ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ സെറ്റിൽമെന്റ് അറിയാം, പ്രസന്റ് സെറ്റിൽമെന്റ് കണ്ടുപിടിച്ചാൽ പോരെ. ഇത്ര നേരം ചെയ്തതിന് തിരിച്ചു ചെയ്യുന്നു, വീണ്ടും ഒന്ന് കറങ്ങി തിരിഞ്ഞ് ചെയ്യുന്നു. മനസ്സിലായോ? ടി വി 0.146 കിട്ടി. ഇനി അതിന്റെ അകത്ത് എന്താണ് 0.146 കിട്ടി. നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. അപ്പൊ ടി വിയുടെ വാല്യൂ ഇതാണ്, 0.126നും 0.196നും ഇടയ്ക്കാണ്. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം, യുവിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഇന്റർപോളേറ്റ് ചെയ്ത്. മനസ്സിലായോ? ടൈം ഫാക്ടർ കിട്ടി. ആദ്യം നമുക്ക് ഡിഗ്രി ആയിരുന്നു കിട്ടിയത്, അവിടെ നിന്ന് ടൈം ഫാക്ടർ ഇന്റർപോളേറ്റ് ചെയ്തു. ഇനി നേരെ തിരിച്ച് ചെയ്യാം. ടൈം ഫാക്ടർ കിട്ടി, യു കണ്ടുപിടിക്കുക, എത്ര വരും യു എന്ന് നോക്കുക. ടൈം ഫാക്ടർ 0.146 ആണ്. നമുക്ക് ടേബിളിൽ അപ്പോൾ എത്ര വരും, 40ക്കും 50ക്കും ഇടയ്ക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഇന്റർപോളേറ്റ് ചെയ്ത് യുവിൻ്റെ വാല്യൂ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. യു എത്ര പെർസെൻറ്റേജ് കിട്ടുമെന്ന് പറ. കിട്ടിയോ?
42.86 ആണ്. 42.86% കിട്ടി. അപ്പം നമുക്ക് യു ഈക്വൽ ടു എന്താണ്? പ്രസൻറ്റ് സെറ്റിൽമെൻറ്റ് ബൈ ഫൈനൽ സെറ്റിൽമെൻറ്റ് ആണ് എന്ത് യു എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100% ആണ്. അപ്പം നമുക്ക് യു കിട്ടിയത് 42.86 ആണ്. പ്രസൻറ്റ് സെറ്റിൽമെൻറ്റ് എത്രയാണെന്ന് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ ടൈം ഫാക്ടറാണ് നമുക്ക് കിട്ടിയത് 0.146. ഓക്കെ, ദെൻ ഫൈനൽ സെറ്റിൽമെൻറ്റ് അറിയാം 8 സെൻറ്റിമീറ്റർ ആണെന്ന്, ഇൻറ്റു 100. അതിൽ നിന്ന് സെറ്റിൽമെൻറ്റ് എത്ര വരും നോക്ക്. ശരിയാണ്. 3.43 കറക്റ്റാണ്. 3.43 സെൻറ്റിമീറ്റർ. ഈ പ്രോബ്ലം ഓക്കെ ആണോ? ഇന്നത്തെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തോ ഈ ഫോർമുലയൊക്കെ ഇങ്ങനെ ഓർത്തിരുന്നെങ്കിൽ പ്രശ്നം. പിന്നെ ഇന്റർപ്ലേറ്റ് ഇപ്പൊ തിരിച്ച് ചെയ്തപ്പോയി ചെറിയ കൺഫ്യൂഷൻ വന്നായിരുന്നു. എന്നാലും കറക്റ്റ് ആയിട്ട് ഉണ്ടല്ലേ. ഈ വാല്യൂ തരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ ഈ ടൈം ആണ് ചോദിക്കണേ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ആണ് ചോദിക്കണമെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ എങ്ങനെ വേണേലും ചോദിക്കാം ഈ ക്വസ്റ്റ്യനിൽ. അതാണ് ഇതിനകത്ത് ഈ 4-5 ഇതിലൂടെയും കാണിച്ചു തന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ഇനി വേറെ വെറൈറ്റി ചോദിക്കാനില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയാം. പറഞ്ഞോട്ടെ? എല്ലാരും കഴിഞ്ഞൊന്നും അറിയില്ല. എല്ലാരും ആരും മിണ്ടുന്നില്ല. എനിക്കതുകൊണ്ട് അറിയാൻ കേൾക്കുന്നുണ്ട്. അല്ല, എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇത്രയും ക്ലാസ് എടുത്തിട്ട് ഷിജു എന്ന് പറയുന്ന ആള് മാത്രാണ് എന്താ പറയാ ഒന്ന് ഓപ്പണായി സംസാരിക്കണേ. ആ ഒരാള് കാരണമാണ് എനിക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണേ. അതിന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇൻവോൾവ് ആയിരുന്നു മിസ്സേ, പിന്നെ എനിക്ക് കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാ കേട്ടോ. അല്ല, ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ പറഞ്ഞൊന്നുമല്ല, പക്ഷെ ആ ഒരാളുള്ളത് കൊണ്ടാണ് എനിക്കിത് ഇത്രയെങ്കിലും മിസ് ഷിജു സാറിന് സമ്മാനം കൊടുക്കണം. അത് കൊടുക്കാം, ഗിഫ്റ്റ്. ഞാൻ എപ്പോഴും അത് ഡിപ്പാർട്ട്മെന്റ് പറയും, മിണ്ടുന്നില്ല ആരും. ആകെ കൂടി മിണ്ടുന്ന ഷിജു മാത്രം. അതുകൊണ്ടാണ് എനിക്ക് GT എങ്ങനെയും തീർക്കാൻ പറ്റണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങളെ പരാതിയൊക്കെ വന്നതല്ല ഞങ്ങളെ കുറിച്ചിട്ട്. ആര് പരാതി പറഞ്ഞു? ഞാൻ പരാതി പറഞ്ഞില്ല. അങ്ങനെയല്ല, ഞാൻ ആദ്യമേ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾക്ക് ക്ലാസ് മുന്നോട്ട് പോകണമെങ്കിൽ സംസാരം വേണം. കാരണം ഞാൻ നേരിട്ട് കാണുന്നില്ല ആരും. കാണാതിരിക്കുമ്പോ എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പം നമ്മൾ കാണുവാണെങ്കിൽ ഒരു കൊച്ചു എഴുതിയോ ഇല്ലയോ നമുക്ക് മനസ്സിലാവും. മിസ്സിന്റെ ക്ലാസ് എനിക്ക് ആദ്യമൊക്കെ ശരിക്കും മനസ്സിലാവുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ ഇടയ്ക്ക് വെച്ച് ബിസി ആയതിന്റെ പേരിൽ ഞാൻ കുറെ വണ്ടിയിലും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ കണ്ടിന്യൂറ്റി കിട്ടാതെ വന്നു. അതാ മിസ്, അതുകൊണ്ട് ഞാൻ പിന്നെ സൈലന്റ് ആയത് ഇടയ്ക്ക്. ഞാൻ പറയട്ടെ, ഞാൻ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പരിഭവം ഇല്ല. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ചോദിക്കുമ്പോ ഒരു റെസ്പോണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നിങ്ങൾ ചെയ്യുന്നില്ലായിരിക്കും, കുറെ പേര് വണ്ടിയിലായിരിക്കും, ഫോളോ ചെയ്യാൻ പറ്റുന്നവർ കുറച്ചുള്ളൂ. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കണേ. അപ്പം എന്ന് പറഞ്ഞു കഴിയുമ്പോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാ. മിസ്സിന്റെ ക്ലാസ്മേറ്റേ എന്റെ ഒരു ഫ്രണ്ടാണ്. അതാരാണാവോ? മിസ്സിനോട് ചിലപ്പോ ഇടയ്ക്ക് സംസാരിച്ചില്ല. ശരത്ത് മിസ്സിന്റെ ക്ലാസ്മേറ്റ് അല്ലേ? ശരത്ത്, അബുദാബിയിലുള്ള. ശരത്ത്. ഓക്കെ, ശരത്ത് ആളുടെ അഡ്മിഷന് വേണ്ടിട്ടാണോ ചോദിച്ചിരുന്നത് എന്റെ അടുത്ത്? എന്റെ അഡ്മിഷന് വേണ്ടി ചോദിച്ചതെന്ന്. ഞാൻ അഡ്മിഷൻ എനിക്ക് ശരത്ത് ചോദിച്ചത്. ശരത്ത് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. ഞങ്ങളുടെ എന്റെ കമ്പനിയിൽ എന്റെ ജൂനിയറായിട്ട് ശരത്ത് അവിടെ കയറിയത്. അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് വേറെ കമ്പനി പോയി ആള്. അല്ല, ഈ സംസാരിക്കുന്ന ആളുടെ പേരൊന്ന് പറയാമോ? എന്റെ പേര് ലിബു. ഓക്കെ, മനസ്സിലായി.
എനിക്ക് ആരുടെയും മനസ്സിലായി. വോയിസ് ഫെമിലിയർ അല്ല. എനിക്ക് ആകെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വോയിസ് ഞാൻ ഷിജു അബുദാബിയിൽ. അപ്പൊ മാത്രമാണ്. ശരത്ത്, ഞാൻ ഇലാഹിയിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ശരത്ത് എന്നോട് ശരത്ത് അന്ന് എന്നോട് പറഞ്ഞിരുന്നു ചോദിച്ചു. എന്റെ ക്ലാസ്മേറ്റ് അവിടെ മിസ്സാണ്. ഞാൻ പിന്നീട് ഇന്നാള് ശരത്തിനെ കണ്ടപ്പോൾ പറഞ്ഞ പാർവതി മിസ് അവിടെ പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞ ഈ പാർവതി മിസ് പഠിപ്പിക്കേണ്ടത് പറഞ്ഞപ്പോ അപ്പോൾ ശരത്ത് എനിക്കറിയാം. ഞങ്ങള് ബാച്ച്മേറ്റ് ആണ്, ക്ലാസ്മേറ്റ് ആ ആണ്. ബാച്ച്മേറ്റ് ആണ്. മനസ്സിലായി ബാച്ച് മനസ്സിലായി. അല്ല, ഞാൻ ക്ലാസ്മേറ്റ് നേരത്തെ ആണ്. എന്റെ കൂടെ ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വേറെ കമ്പനി പോയി ശരത്ത്. ശരത്ത് എന്റെ ഞങ്ങൾ അടുത്ത് എപ്പോഴും കാണാറുണ്ട്. ശരത്തായിട്ട് മിസ്സിന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ചോദിച്ചാൽ പറയും. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ആ ഞങ്ങള് കുറെ നാള് 3-4 വർഷം ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഞങ്ങൾ അതെല്ലേ, ഓക്കെ. അറിഞ്ഞത് സന്തോഷം. എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു അഡ്മിഷന്റെ ടൈമിൽ. എനിക്ക് എപ്പോഴും ഒരു പ്രാവശ്യം ആ സമയത്ത് ഞാൻ എൻക്വയറി ചെയ്യാൻ പറഞ്ഞപ്പോ ശരത്ത് വിളിച്ചു ചോദിച്ചിരുന്നു. ഓർക്കുന്നുണ്ട്. ഞാൻ ശരത്ത് പക്ഷെ അന്ന് പേര് പറഞ്ഞിരുന്നു. ഞാൻ മറന്നുപോയിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ശരത്തിനെ അബുദാബി വെച്ച് കണ്ടപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അറിഞ്ഞത്. ആള് അഡ്മിഷൻ എടുത്തോ ഇല്ലയോ എന്ന് പിന്നെ എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അഡ്മിഷൻ എടുത്ത് മിസ് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അല്ല, എനിക്ക് അതൊന്നും ഫോളോ അപ്പ് എടുക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. അല്ല, ഞാൻ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ കേട്ടോ. നമ്മൾ ഓൺലൈൻ എടുക്കുമ്പോൾ നമുക്ക് സംസാരം കൊണ്ട് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റണില്ല ആര് എഴുതുന്നുണ്ടോന്നോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അതിന് ഞാൻ എത്ര സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ മിസ്സിനെ ഞാൻ ഒരിക്കൽ അവിടെ കണ്ടിട്ട് ഓർക്കണ്ട. മിസ്സിനെ ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, ഓർമ്മയുണ്ട്. എനിക്ക് ആളെ അറിയാം. മിസ് ഞങ്ങൾക്ക് ഹലോ, S3ക്ക് ഒരു ദിവസം എക്സാമിന് വന്നിട്ടുണ്ടായില്ലേ? ലാസ്റ്റ് എക്സാമിന് മിസ് ഒരു ദിവസം എക്സാം ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടായില്ലേ? ലാസ്റ്റ് എക്സാം ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടായോ? ഉണ്ടായി. ഞങ്ങൾ അനങ്ങാൻ സമ്മതിക്കാതിരുന്നത് ലാസ്റ്റ് എക്സാമിനാണ് എനിക്ക് തോന്നുന്നു. സസ്റ്റൈനബിൾ ആണെന്ന് തോന്നുന്നു. ഒരു സെല്ലാറിൽ ഇരുന്ന് എഴുതിയതാണോ? അല്ല സെല്ലാർ അല്ലല്ലോ. താഴത്തെ ഫ്ലോർ ആണോ? ഞാൻ ഓർക്കണില്ല. റൂം ഏതാന്ന് ഓർക്കണില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സംസാരം. എനിക്ക് 2-3 ക്വസ്റ്റ്യൻ കൂടെ ചേർത്ത് ഈ പ്രോബ്ലം ഈ മൊഡ്യൂൾ തീർക്കാം. അല്ല, ഞാൻ വേറെ ആരെ ഹേർട്ട് ചെയ്യാൻ ആരും അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പീഡ് കൂടി ചിലപ്പോ ഫോളോ ചെയ്യാൻ പറ്റാതെ ഞാനും റെസ്പോണ്ട് ചെയ്യാതെ. അതെല്ലാം എനിക്ക് മനസ്സിലാവും. അതെനിക്ക് മനസ്സിലാവും. ഞാൻ സ്പീഡ് കൂടുന്ന എപ്പോഴാന്ന് എനിക്കും അറിയാം. കാരണം പോർഷൻ പോണ പോലെ പോകാൻ പറ്റുന്നില്ല. 31-നുള്ളിൽ തീർക്കണം എന്നുള്ള ഡെഡ് ലൈൻ ഉണ്ടാവും. അതെ, ഷിജു സാറ് അതിന്റെ ഒപ്പം തന്നെ പ്രോബ്ലം ഒക്കെ ചെയ്തു പോണ ആളാണ്. അതുകൊണ്ട് ആള് ശരിക്കും ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ആരെയും മോശക്കാരാക്കി സംസാരിക്കൊന്നും ചെയ്തല്ല. പക്ഷെ ഓൺലൈൻ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ഇങ്ങോട്ടൊരു റെസ്പോണ്ട് ഇല്ലെങ്കിലേ അവിടെ ആൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ഈ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഈ ലാപ്പിൽ കാണുന്നത് ഞാൻ പറയുന്ന നോട്ട് മാത്രമാണ്. എനിക്ക് നിങ്ങൾ ആരൊക്കെ ക്ലാസ് കയറുന്നുണ്ടെന്നൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സംസാരിക്കുന്ന ആളെ പോലും എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ആദ്യത്തെ ക്ലാസ്സുകളിൽ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് പറഞ്ഞത്. ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ എനിക്ക് ഫീൽഡുമായിട്ട് വളരെ കണക്റ്റഡും എനിക്ക് വളരെ പ്രയോജനമായിരുന്നു. നല്ല ക്ലാസ്സുകളായിരുന്നു. ഇപ്പോഴത്തെ ക്ലാസ് മോശമാത്തല്ലോ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇപ്പൊ എത്ര ഇൻവോൾവ് അല്ല, അതുകൊണ്ടാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത്ര മണിക്ക് നിങ്ങൾ കുറച്ച് സ്ട്രെയിൻ എടുത്തിട്ടാണെങ്കിലും ഫസ്റ്റ് ചാൻസ് തന്നെ ഇത് പാസ്സാവാൻ നോക്കാം. പിന്നീട് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നീട് നമ്മൾ പഠിക്കുമ്പോഴേ സപ്ലൈ ആയിട്ട് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിചയവും തോന്നൂല. ഓക്കെ, ഇപ്പം ഈ ക്ലാസ് കേൾക്കണോണ്ട് കുറച്ചെങ്കിലും ഒരു ബോധം കാണും. അപ്പം അത് തന്നെ കുറച്ച് വർക്ക് ചെയ്തിട്ട് പാസ്സാവാൻ നോക്കാം. മിസ് ആദ്യത്തെ ഇതിനൊക്കെ മൊഡ്യൂളിനൊക്കെ ഇതിട്ടോണം വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല? എന്റെ പൊന്നു, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും ഇടാനുള്ള സമയം കിട്ടണ്ടേ. ഞാൻ ഇട്ട് തരാം. എന്നോട് ആരൊക്കെയോ ഞങ്ങളത് പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ വരുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത്. സീനിയേഴ്സിന് കൊടുത്ത റെക്കോർഡിങ്സ് ആ ഗ്രൂപ്പ് യൂട്യൂബ് ചാനലിലുണ്ട്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്തോ. 5ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഇത്രയും നേരം ചെയ്ത
പോലെ സിമിലർ ക്വസ്റ്റ്യൻ ആണത്. ഒരു ഏരിയ ഉണ്ടായിരുന്നു, 6 മീറ്റർ തിക്നെസ് ആണെന്ന് പറഞ്ഞു, ഡബിൾ ഡ്രെയിനേജ് ആണ്, കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കിയിരിക്കുകയാണ് 40% ആണ് നിലവിലുള്ള കൺസോൾട്ടേഷൻ. അപ്പം ഒരു ലോഡ് കൊടുത്തു കഴിയുമ്പോൾ ഫൈനൽ അതിന് 80 സെന്റിമീറ്റർ സെറ്റിൽമെന്റ് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ടൈം എത്രയാണ്, എത്ര ടൈം എടുക്കും ആ സെറ്റിൽമെന്റ് എത്താൻ? അപ്പം അതിനനുസരിച്ച് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ കാണാം, അതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കുക. നിങ്ങൾ വായിച്ചു നോക്കി ചെയ്ത് നോക്കുക, സിമ്പിളാണ്, തൊട്ട് മുകളിൽ ചെയ്ത പോലെ തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 എഴുതാം. ഇതും ഒരു 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് ഈ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനോട് ചെയ്യിച്ചിട്ടാട്ടോ എനിക്ക് വിടാൻ പറ്റുള്ളൂ. ഇതും കൂടെ ഒന്ന്, ഇത് വേഗം എഴുതാം. ആ സീരീസിന്റെ മാർക്ക് ET ലാബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സീരീസ്. ഇതാരാ സംസാരിച്ചത്? ജെനീഷ് ആണോ അതേ അമലാണോ? സുഭാഷ്. ചില സൗണ്ട് എനിക്ക് ഫെമിലിയറാ, ചില എനിക്ക് അത്ര പരിചയമില്ല. ചില സൗണ്ടുകൾ എനിക്ക് പരിചയമാണ്, ചില സൗണ്ട് എനിക്ക് അത്ര പരിചയമല്ല. ഇപ്പൊ കേട്ട സൗണ്ട് ഞങ്ങളുടെ റെപ്പിന്റെ ആട്ടോ. ആ ഓക്കെ, സുഭാഷ് റപ്പാന്ന് എനിക്കറിയാം, അതെനിക്കറിയാം. ഒന്നാമത് നേരിട്ട് കാണുന്നില്ലല്ലോ. നിങ്ങൾ തൊട്ട് മുന്നത്തെ ബാച്ചിൽ അവരെ ഇപ്പം ഒരു മൂന്ന് സം പഠിപ്പിച്ചു, S3 പഠിപ്പിച്ചു, S4 പഠിപ്പിച്ചു, S5 പഠിപ്പിച്ചു. അപ്പൊ അവരെല്ലാരെയും ഭയങ്കര പരിചയം. അടുത്ത സെമ്മിലൊക്കെ മിസ് ഉണ്ടോ? സാധ്യതയില്ല, ഞാൻ മിക്കവാറും ഈ സെം കഴിയുമ്പോൾ ഇറങ്ങും കോളേജിൽ നിന്ന്. ഒരു PhD ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പൊ മോസ്റ്റ്ലി അതിന് പോണം എന്നാണ് ആഗ്രഹം. എല്ലാവരും PhD ചെയ്യാനുള്ള എന്താണ് അങ്ങനെ പറഞ്ഞേ? PhDക്ക് പണ്ടൊക്കെ PhD ഭയങ്കര ടഫായിരുന്നു, ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ട്. അല്ല, അങ്ങനെ ചാൻസ് വന്നു, ഇറങ്ങണം എന്നാണ് ആഗ്രഹം. എങ്ങനെ ചാൻസ് വന്നു? ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞേട്ട്. ചാൻസ് ആദ്യം ബിടെക്കും കഴിയണം, എംടെക്കും കഴിയണം. അത് കഴിഞ്ഞിട്ട് എംടെക് കഴിഞ്ഞിട്ട് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് QIP എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, AICTയുടെ കീഴിൽ. അപ്പം മിനിമം 5 years ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇന്റർവ്യൂ പാസ്സായാൽ മതി. ഇന്റർവ്യൂ പാസ്സായി, അപ്പം അത് കഴിഞ്ഞ് നമുക്ക് അഡ്മിഷൻ ആവും. ഒരു 60 days ഒരു പ്രീ PhD പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ വരും ജോയിനിങ് ആയിട്ട്. 3 years റെഗുലർ ആണ്, 3 years റെഗുലർ ആണ്. എക്സ്റ്റെൻഡ് ഏത് യൂണിവേഴ്സിറ്റി, എവിടെയാ പോണത്? ഞാൻ GEC തൃശ്ശൂരാ. തൃശ്ശൂരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശിവൻ സാർ ഉൾപ്പെടെ കിട്ടും അവിടെ. എന്റെ ഗൈഡ് ശിവൻ സാറാ. പിന്നെ കുഴപ്പമില്ല, ശിവൻ സാർ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആളാ. അറിയാം. ഞാൻ തുടങ്ങിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് അതിന്റെ ഇനീഷ്യൽ ഒരു 60 days കോഴ്സ് ക്ലാസ് ഒരു ഇതുണ്ട്, അത് കംപ്ലീറ്റ് ആകുന്നേ ഉള്ളൂ. എനിക്ക് ജോയിനിങ് ആവണമെങ്കിൽ ഓഗസ്റ്റ് ആകണം, റെഗുലർ ആവണമെങ്കിൽ. ശിവൻ സാറാണ് ഗൈഡ്. അതാണ് മെയിൻ ആയിട്ടല്ലേ, കറക്റ്റ് നമുക്കൊരു ഗൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആള് വേണം അല്ലേ, അതാണ് മെയിൻ അല്ലേ. എല്ലാം ഗൈഡാണ്. ചെയ്യാനൊരു ചാൻസ് കിട്ടിയപ്പോ കളയണ്ടെന്നൊരു തോന്നൽ, അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഏതാ സ്പെഷ്യലൈസ് ചെയ്യണേ? ഞാൻ സ്ട്രക്ചറിലാ ശരിക്കും സ്പെഷ്യലൈസേഷൻ. സ്ട്രക്ചറിലാണോ? ടഫല്ലേ? മേഖലയാണല്ലോ സ്ട്രക്ചർ. എന്തോ ഞാൻ GT അല്ല, ഞാൻ ശരിക്കും സ്ട്രക്ചറിലാണ്. എന്റെ ടോപ്പിക്ക്, എന്റെ എംടെക് ശരിക്കും ഞാൻ കമ്പ്യൂട്ടറുടെ സ്ട്രക്ചറിലാണ്. ഹലോ, കേക്ക് മനസ്സിലായി പക്ഷേ അത് സ്ട്രക്ചറിൽ കൺസൾട്ടൻസി അങ്ങനെയൊക്കെ ഉള്ള ഡെവലപ്പ് ആയി പോകാത്തുള്ളൂ. പക്ഷെ പുറത്തേക്കൊക്കെ സ്ട്രക്ചറിലേക്കാളും കൂടുതൽ വേറെ ഡിമാൻഡുകൾ ഈ ജിയോ ടെക്നിക്കൽ ആയാലും കൂടി നല്ലതാ. മറ്റേ ലാബുകളിൽ കിട്ടൂലോ.
ലാബുകളൊന്നല്ല, ലാബിന്റെയൊക്കെ ഹെഡായിട്ട് ഇരിക്കുക അതിന്റെയൊക്കെ അതിന്റെയൊക്കെ ഉവ്വ്. ലാബ് മാത്രമല്ല ഈ ചില കൺസൾട്ടൻസിയുടെയും അങ്ങനെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളത് ഇതിന്റെ തന്നെ സ്പെഷ്യൽ കൺസൾട്ടൻസ് ഉണ്ടല്ലോ, നല്ല ഭയങ്കര ഹൈ പേയ്മെന്റ് ഉള്ളതുണ്ട്. PhD കാര് അതിന്റെ ഹെഡായിട്ടിരിക്കും അതിന്റെയൊക്കെ. അതെ, PhD ചെയ്യാൻ സ്ട്രക്ചറിൽ തന്നെ വേണമെന്നില്ല, ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നമുക്ക് ചെയ്യാം. അത് നമ്മൾക്ക് ഡിപ്പെൻഡ് ജിയോ ചെയ്യും. ടെക്നിക്കൽ നല്ല, എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് നല്ലതാ, അത് നല്ലതാ, അതിന് നല്ല സ്കോപ്പ് ഉണ്ട് ഇപ്പൊ. അത് അങ്ങനെ തിയറിയാ, എനിക്ക് അതൊക്കെ പറ്റത്തുള്ളൂ. തിയറി പ്രോബ്ലം ഒന്നും ഇരിക്കുന്നില്ല. തിയറി എനിക്ക് ഇങ്ങനെ സമയം കിട്ടുകയാണെങ്കിൽ അങ്ങനെ തിയറി സബ്ജക്റ്റുകൾ ഇങ്ങനെ പഠിച്ചാൽ കൊള്ളാന്നിട്ടില്ല അധികം. ഞാൻ സ്ട്രക്ചറിലാണ്, എനിക്ക് അതിനാണ് ഇഷ്ടം. അപ്പൊ അതിൽ ഞാൻ തന്നെ ഇരിക്കണമെന്നാണ് ഞാൻ തീരുമാനമായി. ഫോർമുല എല്ലാം മറന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയോ? ക്വസ്റ്റ്യൻ വായിക്കാം. At a site, soil consists of sand up to 3.5 meter depth, and from 3.5 meter to 7 meter, the soil is normally consolidated clay. The water table is at 1.5 meter from the ground level. The density of the sand is 19 kilonewton per meter cube above water table and 20 kilonewton per meter cube below water table. The natural water content and specific gravity of the clay are 60% and 2.65 respectively. The liquid limit of clay is 75%. Estimate probable settlement of the clay layer if the pressure at the mid height of the clay layer increases by 40 kilopascal. ക്വസ്റ്റ്യൻ എഴുതുക, ഫിഗർ വരയ്ക്കുക. ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമ്മൾ ഫിഗർ വരയ്ക്കണം. പിക്ചർ തെളിഞ്ഞിട്ടില്ലല്ലോ. പിക്ചർ സ്വന്തം വരയ്ക്കണം. പിക്ചർ തരൂല, തന്നിട്ടില്ല. പിക്ചർ സ്വന്തം വരയ്ക്കൂ. പിക്ചർ നമുക്ക് ക്വസ്റ്റ്യനിൽ തരില്ല കേട്ടോ, അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട. നമുക്ക് തന്നിരിക്കുന്ന ഇത് വെച്ചിട്ട് നമ്മൾ പിക്ചർ വരയ്ക്കണം. ഓക്കെ, എന്താ പറഞ്ഞിരിക്കണേ? ഒരു സോയിലുണ്ട്, 3.5 മീറ്റർ ഡെപ്ത് വരെ എന്താണ്? സാൻഡാന്ന് പറഞ്ഞു. പിന്നെന്താണ്? 3.5 7 മീറ്റർ വരെ, അപ്പോൾ അതായത് അടുത്ത 3.5 മീറ്റർ ഡെപ്ത് വരെ എന്താണ്? ക്ലേ ആണെന്നും പറഞ്ഞു. വാട്ടർ ടേബിൾ എവിടെയാണെന്നാ പറഞ്ഞേ? ഇതാണ് ഗ്രൗണ്ട് സർഫസ്. ഓക്കെ, അതിൽ നിന്ന് ഒരു 1.5 ഡിസ്റ്റൻസ് മാറിയാണ് വാട്ടർ ടേബിൾ. ഈ ഹൈറ്റ് 1.5. വാട്ടർ ടേബിളിന് ഇനി എന്താ പറഞ്ഞിരിക്കണേ? വാട്ടർ ടേബിളിന് മുകളിലുള്ള സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് 19 ആണെന്ന് പറഞ്ഞു. ബിലോ ഇതെന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് ആണ്, അത് 20 ആണെന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താ? ക്ലേ ലെയറിനെ കുറിച്ചാണ്. നാച്ചുറൽ വാട്ടർ കണ്ടന്റ് 60% ആയിരുന്നു ക്ലേയുടെ. പിന്നെന്താ തന്നെയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, 2.65 ആണ്. ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്, 75% ആണെന്ന്. ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ക്ലേയുടെ മിഡ് ഹൈറ്റിലെ സെറ്റിൽമെൻ്റ് ആണ്. അപ്പം ഈ ക്ലേയുടെ മിഡ് ഹൈറ്റ് ഇതാന്ന് വിചാരിക്കുക. അവിടെ ഒരു പ്രഷർ ഉണ്ടായി 40, ഇൻക്രീസ് ഇൻ പ്രഷർ 40 kPa ഉണ്ടായി. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ?
ഫിഗർ ഇതുപോലെയൊക്കെയാണോ വരച്ചേ? മിഡ് ലെയറിൽ അഡീഷണൽ ആയിട്ട് ലോഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മാർക്ക് ചെയ്യണത്? ലോഡ് വേണ്ട, അതിനനുസരിച്ചുള്ള ഇൻക്രീസ് ഇൻ പ്രഷർ ആണല്ലോ പറഞ്ഞേക്കണേ. 40 കിലോ പാസ്കൽ. ആ പ്രഷർ ഞാൻ അവിടെ കാണിച്ചു എന്നേ ഉള്ളൂ, അത് കാണിക്കണം നിർബന്ധമില്ല. ആ ലെയറിലാണ് ഇൻക്രീസ് ഇൻ പ്രഷർ ഉണ്ടായത്. ഇനി ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചേക്കണ എന്താണ്? ഫൈനൽ സെറ്റിൽമെന്റ് കാണാനാണ്. അതായത് ഈ ക്ലേയുടെ മിഡ് ഹൈറ്റ് ലെയറിലുള്ള ഫൈനൽ സെറ്റിൽമെന്റിന്റെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കും? 4 ഇക്വേഷൻ, 1 2 3 4 5 ഇക്വേഷനോളം പറഞ്ഞായിരുന്നു ഫൈനൽ സെറ്റിൽമെന്റ് കാണാൻ. വോളിയം ചേഞ്ച് വെച്ചിട്ട്, കംപ്രഷൻ ഇൻഡെക്സ് വെച്ചിട്ട്, റീകംപ്രഷൻ ഇൻഡെക്സ് വെച്ചിട്ട്, ദെൻ പിന്നെന്തായിരുന്നു, പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ സിഗ്മ സി വരുന്ന കേസിൽ പറഞ്ഞു. അതുകൂടാതെ കംപ്രഷനും റീകംപ്രഷനും കൂടെ കമ്പൈൻഡ് ആയിട്ട് തന്നെ കേസും പറഞ്ഞു. ഇതിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാം, ഫൈനൽ സെറ്റിൽമെന്റ് കാണാൻ പറ്റും? സാൻഡും ക്ലേയും ആണെന്ന് പറഞ്ഞു, വാട്ടർ ടേബിളും ഒക്കെ തന്നു, ആ ക്ലേയുടെ ഡീറ്റെയിൽസും തന്നു. എന്നിട്ട് ആ ക്ലേ ലെയറിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായി. സെറ്റിൽമെന്റ് ഉണ്ടായത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയണേ. സെറ്റിൽമെന്റ് ഉണ്ടായത് സമയത്തുള്ള പ്രഷർ, മിഡ് ഹൈറ്റിലെ പ്രഷർ അന്നേരം എത്രത്തോളം ഇൻക്രീസ് ചെയ്തു? 40 കിലോ പാസ്കലോളം ഇൻക്രീസ് ഇൻ പ്രഷർ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ സെറ്റിൽമെന്റ് കാണണം. അല്ലെങ്കിൽ ആ സമയത്ത് 40% ഇൻക്രീസ് ഉണ്ട്, 40 കിലോ പാസ്കൽ ഇൻക്രീസ് ഇൻ പ്രഷർ ഉണ്ടായപ്പോൾ ആ ലെയറിന് സംഭവിച്ച സെറ്റിൽമെന്റ്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും സെറ്റിൽമെന്റിന്റെ? 3-4 ഇക്വേഷൻസ് പഠിച്ചു. വേഗട്ടെ, ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാ. ഏത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാന്ന് ഓർക്കണില്ല കേട്ടോ. നിങ്ങളുടെ സ്കീമാണോ 15 സ്കീമാണോ ഞാൻ ഓർക്കണില്ല. പറയാമോ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വേർഡ് വന്നാൽ ഏത് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ ഇക്വേഷൻ പറഞ്ഞപ്പോൾ. ക്വസ്റ്റ്യനിൽ ഒരു ടേം കണ്ടോ? നോർമലി കൺസോൾഡേറ്റഡ് ക്ലേ. നോർമലി കൺസോൾഡേറ്റഡ് ക്ലേ ആകുമ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാനാ പറഞ്ഞിരുന്നത്? ഫൈനൽ സെറ്റിൽമെന്റ് കാണാൻ. വേഗാട്ടെ, സമയം പോണു. എനിക്കറിയാം, നിങ്ങൾ നോട്ടൊന്ന് മറച്ചു നോക്ക്. നിങ്ങൾ ആരെയും ഒരു ദിവസം കൊണ്ട് കാണാതെ പഠിക്കും. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ പോലും ഞാൻ പഠിക്കൂല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ദേവിയതപ്പ നോട്ടൊന്ന് നിങ്ങൾ ഫോണിലോ പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് മറച്ചു നോക്കിയിട്ട് പറ, അങ്ങനെയെങ്കിലും ആ ഇക്വേഷൻ കാണുമല്ലോ. ഞാൻ അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ക്ലാസ് പിള്ളേരോട് ചെയ്താൽ പോലും ഞാൻ ചോദിക്കാറില്ല, കാരണം അവരോട് മറച്ചു വെക്കാനേ പറയാറുള്ളൂ. പഠിക്കാൻ ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കംപ്രഷൻ ഇൻഡെക്സ്. ഓക്കെ, കംപ്രഷൻ ഇൻഡെക്സ് വെച്ചിട്ടുള്ള ഫൈനൽ സെറ്റിൽമെന്റിന്റെ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഏതാണ് ഇക്വേഷൻ? SF is equal to CC by അത് എഴുതി വയ്ക്കുക. SF is equal to CC divided by 1 plus E0 H0 log 10 to the base sigma 0 bar plus delta sigma bar divided by sigma 0 bar. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനെ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായ എങ്ങനെയാണ്? നോർമലി കൺസോൾഡേറ്റഡ് ക്ലേ എന്ന് പറയുന്ന ഒരൊറ്റ വേർഡിൽ നിന്നാണ് നമുക്ക് ഇതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണേ. അല്ലാതെ വേറൊരു ഇക്വേഷനും നമുക്ക്
ഫൈനൽ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇതിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഓരോ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സി സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സി സി എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രഷൻ ഇൻഡെക്സ് ആണ്. സി സി വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് ഈ ക്ലേയുടെ ഡീറ്റെയിൽസ് തന്നേക്കണേ, ലിക്വിഡ് ലിമിറ്റും വാട്ടർ കണ്ടൻറ്റും ഒക്കെ തന്നേക്കണം. സി സി കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0.009 ഇൻറ്റു WL മൈനസ് 10 ആണ്. രണ്ട് ഇക്വേഷൻ ഉണ്ട് സി സി കാണാനായിട്ട്. ആ രണ്ട് ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. സി സി ഈസ് ഈക്വൽ ടു, രണ്ട് കണ്ടീഷൻ എന്തായിരുന്നു? ഫോർ അൺഡിസ്റ്റർബ്ഡ് ക്ലേ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? 0.009 ലിക്വിഡ് ലിമിറ്റ് മൈനസ് 10 യൂസ് ചെയ്യും. നമുക്കിവിടെ ഡിസ്റ്റർബ്ഡ് ആണെന്നോ അൺഡിസ്റ്റർബ്ഡ് ക്ലേ ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അൺഡിസ്റ്റർബ്ഡ് ക്ലേ ആണെന്നാണ് പറഞ്ഞേക്കണേ. റീമൗൾഡഡ് ആണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ വേറെയാണ്. 0.007 വരും. ഈ 0.009 അവിടെ 0.007 വരുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. റീമൗൾഡഡ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്ലേ എങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയും റീമൗൾഡഡ് ക്ലേ എന്ന് പറയും. ഇവിടെ അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? അൺഡിസ്റ്റർബ്ഡ് ക്ലേ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം സി സി കംപ്രഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. 0.009 മൈനസ് ലിക്വിഡ് ലിമിറ്റ്. അത് ചെയ്യുമ്പം സി സിയുടെ വാല്യൂ എത്ര കിട്ടും? 0.009 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് എത്രയാണോ? 75 മൈനസ് 10 ആണ്. ലിക്വിഡ് ലിമിറ്റ് ഇവിടെ പെർസെന്റേജ് തന്നെ ഇടാം. 0.75 വേണ്ട, കാരണം -10 വെച്ചിട്ട് ഇക്വേഷൻ തന്നേക്കാണ്. ഓക്കെ, 0.585 എന്ന് വരും. അപ്പോൾ നമുക്ക് സി സി കിട്ടി. ഓക്കെ, ഇനി അടുത്ത ടേം ഏതാണ്? ഓരോ ടേമും കണ്ടുപിടിക്കണേ. ഇനി അടുത്ത ടേം ഏതാണ്? H0 എത്രയാണ്? H0 പറഞ്ഞോണ്ട് ഇനി H0 പറ. ഹൈറ്റ് എത്രയാണ്? H0 എത്ര വരും? 3.5 പ്ലസ് അതിന്റെ പകുതി കൂട്ടണ്ടേ? വേണ്ട, ഏത് ലെയറിന്റെ കൺസോൾട്ടേഷൻ നടക്കണേ ആ ലെയറിന്റെ ഹൈറ്റ്. അത് ഓൾറെഡി ഫുൾ അതെവിടെയാണ്? നമ്മൾ കൺസോൾട്ടേഷൻ പറയുന്നിടത്താണ്. സെറ്റിൽമെന്റ് ചെയ്യുന്നിടത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സെറ്റിൽമെന്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡ്രെയിനേജിനെ കുറിച്ച് ചിന്തിക്കേണ്ട. അവിടെ നമ്മൾ ഏത് ലെയറിനാണോ കൺസോൾട്ടേഷൻ നടക്കുന്നത് ആ ലെയറിന്റെ ടോട്ടൽ ഹൈറ്റ് ആണ് H0 എടുക്കുക. അപ്പോൾ ഇവിടെ 3.5 മീറ്റർ എന്ന് തന്നെ എടുക്കാം. അതെപ്പോഴും തെറ്റിച്ച് കളയുന്ന ഒരു ഇതാണ്. ചിലർ ഫുൾ ഹൈറ്റ് ഇട്ട് ചെയ്യും, ചിലർ മറ്റേ ഡ്രെയിനേജ് പോലെ ചിന്തിച്ച് ചെയ്യും. എല്ലാവർക്കും പറ്റുന്ന ഒരു കോമൺ മിസ്റ്റേക്ക്. അപ്പോൾ എപ്പോഴും സെറ്റിൽമെന്റ് കാണാൻ പറയുമ്പോൾ ഇതുപോലെയുള്ള ഈ ഇക്വേഷൻ വെച്ചിട്ട് സെറ്റിൽമെന്റ് കാണാൻ പറയുമ്പോൾ അവിടെ ആ ലെയറിന്റെ ഹൈറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് കാണാനുള്ളത് ഏതാണ്? വോയിഡ് റേഷ്യോ ആണ്. E0 എങ്ങനെ കാണാം? E0 കാണാൻ വേണ്ടി നമുക്ക് കുറേ സാധനം തന്നിട്ടുണ്ട്. W/G/S. ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പാടില്ലേ? S=W/G. അതിൽ നിന്ന് നമുക്ക് കാണാൻ പാടില്ലേ? ക്ലേയുടെ വാട്ടർ കണ്ടന്റ് അറിയാം, 0.6 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, 2.65 ആണ്. വാട്ടർ ടേബിളിന് അടിയിലാണ് ക്ലേ, അതുകൊണ്ട് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്ര വരും? S=1 ആയിരിക്കും. പ്രത്യേകിച്ച് സാച്ചുറേഷൻ്റെ ലെവലൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക? S=100% ആയിട്ട് ചെയ്യാം. അപ്പം നമുക്ക് വോയിഡ് റേഷ്യോൻ്റെ വാല്യൂ കിട്ടും 1.59. ക്ലിയർ ആയോ?
ഈ ഡെൽറ്റ സിഗ്മ സ്റ്റാർ ബാർ എന്ന് പറഞ്ഞതല്ലേ നമ്മുടെ ഈ അഡീഷണൽ ലോഡ് ഡെൽറ്റ സിഗ്മ 40 ബാർ ആണ് 40 കിലോ പാസ്കൽ. അതിന് 40 കിലോ പാസ്കൽ. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെ. പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ എന്ത് തന്നെ വരും? 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇനി കണ്ടുപിടിക്കേണ്ട സാധനം എന്താ? സിഗ്മ സീറോ ബാർ ഇഫക്റ്റീവ് സ്ട്രെസ് ആണ്. ഇഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കണം. എവിടെ? ആ ക്ലേ ലെയറിൻ്റെ മിഡ് ഹൈറ്റ് വരെയുള്ള ഇഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാമോ? ക്ലേ ലെയറിൻ്റെ മിഡ് ഹൈറ്റ് വരെയുള്ള ഇഫക്റ്റീവ് സ്ട്രെസ്. അതിനു മുന്നേ ശ്രദ്ധിക്കുക, നമുക്ക് സോയിലിൻ്റെ എല്ലാത്തിൻ്റെയും തന്ന 2 സോയിലിൻ്റെയും യൂണിറ്റ് വെയിറ്റ് അറിയാമോ എന്ന് നോക്കണം. സാൻഡിൻ്റെ യൂണിറ്റ് വെയിറ്റ് അറിയാം. വാട്ടർ ടേബിളിന് മുകളിൽ 19, വാട്ടർ ടേബിളിന് താഴെ 20 ആണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്ലേയുടെ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ടോ? ജി തന്നിട്ടുണ്ട്. വോയിഡ് റേഷ്യോ അറിയാം. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ക്ലേയുടെ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? ക്ലേ എന്ന് ഹെഡിങ് കൊടുത്തോ. ഗാമ സാറ്റ് ഈസ് ഈക്വൽ ടു ഏതാ ഇക്വേഷൻ? ജി അറിയാം, ഇ അറിയാം. അപ്പോൾ ജി പ്ലസ് ഇ ബൈ 1 പ്ലസ് ഡബ്ല്യു അല്ലായിരുന്നോ? അല്ല, ജി പ്ലസ് ഇ ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്ലേയുടെ യൂണിറ്റ് വെയിറ്റ് കാണാം. അപ്പം ക്ലേയുടെ യൂണിറ്റ് വെയിറ്റ് കിട്ടും. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഇഫക്റ്റീവ് സ്ട്രെസ് അറ്റ് മിഡ് ലെയർ കണ്ടുപിടിക്കാം. വേഗം ചെയ്യാമോ? ഇതൊരു 10 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 10 അല്ലെങ്കിൽ 8. ഈ ഇക്വേഷൻ E0യും Eയും ഒന്ന് തന്നെയാ. E0 ഈ ഇക്വേഷനിൽ E0യും Eയും ഈ കേസിൽ ഒന്നാ. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് കിട്ടും 16.06 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നിങ്ങൾ 10 ഇട്ടാ ചെയ്യണമെങ്കിൽ വ്യത്യാസം വരും കേട്ടോ. ഗാമ ഡബ്ല്യു 10 ആണെങ്കിൽ 16 അല്ല 17 ഉണ്ടെന്ന് തോന്നുന്നു. $9.81 ആണെങ്കിൽ 16.06 ആണ്. ഇനി ഒന്നുമില്ല, സിഗ്മ സീറോ ബാറും കൂടെ കാണാം. സിഗ്മ സീറോ ബാർ വേഗം കാണാമോ? ക്ലേയുടെ മിഡ് ഹൈറ്റിലുള്ള ഇഫക്റ്റീവ് സ്ട്രെസ്. ക്ലേ ലെയറിൻ്റെ മിഡ് ഹൈറ്റിലുള്ള ഇഫക്റ്റീവ് സ്ട്രെസ് സിഗ്മ സീറോ ബാർ. അത് സിഗ്മ മൈനസ് യു. ഇങ്ങനെയും ചെയ്യാം, ഒരുമിച്ചും ചെയ്യാം. പറയാമോ എങ്ങനെയാന്ന്? ആദ്യത്തെ 19 ആണ്. 19 ഇൻറ്റു 1.5 പ്ലസ് 20 ഇൻറ്റു 2 മൈനസ് മറ്റേ ഫോർവാട്ടർ വേണ്ടേ? അത് ഞാൻ അവസാനം എഴുതാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടേ. ഓക്കെ 20 ഇൻറ്റു 2. ഇനി ഏതാണ്? പ്ലസ് 16.06 ഇൻറ്റു 3.5/2. കാരണം നമുക്ക് ക്ലേയുടെ മിഡ് ഹൈറ്റ് വരെ മതി. ഓക്കെ, അതാണ് സിഗ്മ. എല്ലാം ആയില്ലേ? ഇനി പോർ വാട്ടർ പ്രഷർ അത് എത്ര വരും? 10 ഇൻറ്റു 2 പ്ലസ് 10 ഇൻറ്റു 3.5/2 അല്ലേ?
ഞാൻ രണ്ടായിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി രണ്ടായിട്ട് ഇരുന്നില്ല. ഒരുമിച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ ഒരുമിച്ച് ചെയ്തോളൂ, ഒരു മിസ്റ്റേക്കും ഇല്ല. അപ്പോൾ ഗാമ ഡാഷ് വരുന്നേ ഉള്ളൂ. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഇട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. 20 മൈനസ് 10 ഇൻറ്റു 2 എന്ന് ചെയ്താലും കറക്റ്റാണ്. 20 മൈനസ് 10 ഇൻറ്റു 2 അങ്ങനെ ചെയ്താലും കറക്റ്റാണ്. നോട്ടിൽ കൊടുത്തേക്കണം അങ്ങനെയായിരിക്കും. അതിന് മിസ് പറഞ്ഞ 20 മൈനസ് 10 ഇൻറ്റു 2. ആ ഇത് ഇക്വേഷൻ ഇലാബറേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? പി ലെയർ 20 വാട്ടർ ടേബിളിന് താഴെ വരുമ്പോൾ എങ്ങനെ എടുക്കാം? ആ ലെയറിന്റെ ഇഫക്റ്റീവ് സ്ട്രെസ് ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ആയിരിക്കുമല്ലോ ചെയ്യണേ. അപ്പോൾ ഈ 20 മൈനസ് 10 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് കിട്ടും, സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് കിട്ടും. ഗാമ ഡാഷ് ഇൻറ്റു 2 ചെയ്താൽ പോരെ? ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ, ഞാൻ നോട്ട് കാണിച്ചു തരാം. ഇതാ മിസ് എളുപ്പം, ഇത് കുഴപ്പമില്ല. ഇതറിയാമെങ്കിൽ ഇത് മാത്രം ചിന്തിച്ചാൽ മതി, ഞാൻ വേറെ ഒന്നും പറയണില്ല. കൺഫ്യൂഷൻ ആക്കാനേ വന്നില്ല. ചിലർക്ക് ഭയങ്കര എളുപ്പമാണ് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ തിരിച്ച് ചെയ്യാൻ പാടില്ലെന്ന് ചിന്തിക്കും. നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പം ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ഈക്വൽ ടു ഗാമ ഡാഷ് എന്ന് എഴുതി, സിഗ്മ ബാർ ഈക്വൽ ടു എന്നും പറഞ്ഞ് ആ രീതിയിൽ ഒറ്റ ഇക്വേഷനിൽ ചെയ്യാം നമുക്ക്. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ അതിനൊന്നും ഇനി പോകണ്ട. ഇത് ഒരു മെത്തേഡ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. സിഗ്മ 0 ബാർ കിട്ടും, ദെൻ SF വേഗം കണ്ടുപിടിക്കും. അമ്പതല്ലേ, 59.82 കിട്ടിയേ സിഗ്മ 0 ബാർ. 59.11 കിട്ടി. അത് 10 ഇട്ട് കുടിച്ചോണ്ടായിരിക്കും ചിലപ്പോ 9.81 ഇട്ട്. അതാ ചെറിയ വ്യത്യാസം വരാം, കുഴപ്പമില്ല. 9.81 നിങ്ങൾ ഒരു ഇക്വേഷനിൽ തന്നെ 10ഉം 9.8ഉം യൂസ് ചെയ്യരുത് കേട്ടോ. വെരി സോറി ഞാനത് 10 എന്നുള്ള കൺസെപ്റ്റ് ചെയ്തത് 9.81 ഇക്വേഷൻ. നിങ്ങൾ ആദ്യം 9.81 യൂസ് ചെയ്യണമെങ്കിൽ 9.81 തന്നെ ത്രൂ ഔട്ട് ആ പ്രോബ്ലത്തിൽ ചെയ്യണേ. ഇടയ്ക്ക് 10 മാറ്റിയിടരുത്, അല്ലെങ്കിൽ 10 വെച്ച് ഫുൾ ചെയ്യാം. അപ്പം നിങ്ങൾ ആൻസറിൽ എവിടെയെങ്കിലും എഴുതി വെക്കണം ഗാമ ഡബ്ല്യു ഈക്വൽ ടു 10 എന്ന് നിങ്ങൾ വ്യക്തമായി എഴുതണം. ഒരേ സാധനം തന്നെ ഒരേ പ്രോബ്ലത്തിൽ തന്നെ 2 വാല്യൂ യൂസ് ചെയ്യരുതേ. ഞാൻ വെരി സോറി, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ എപ്പോഴും 10 യൂസ് ചെയ്യാറുള്ളൂ, ഒരു ഓർമ്മ പറഞ്ഞാൽ. ദെൻ ഫൈനൽ സെറ്റിൽമെൻറ്റ് വേഗം കണ്ടുപിടിക്കുക. ഫൈനൽ സെറ്റിൽമെൻറ്റ് ഏകദേശം 0.175 മീറ്ററിന് കിട്ടും. ഫൈനൽ സെറ്റിൽമെൻറ്റ് 0.175 മീറ്റർ എന്ന് വരും. ആൻസർ
0.06 ആണ്. അല്ല 0.175 ആണ്. എവിടെയാ തെറ്റിപ്പോയേ? ലോഗ് എടുത്തപ്പോ തെറ്റിയത്. ലോഗ് 10 ഇടണേ. ലോഗ് 10 സാധാ ലോഗ്. ln ഇടരുത്. ln ഇടുമ്പം ലോഗ് 10 to the base e ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിന്റെ മുകളിൽ ഏതാ ബേസ് മാറി കിടപ്പുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. സാധാ ലോഗ് 10 to the base ആണ് ഇടാവുള്ളത്. ലോഗ് 10 ആണ് ഇടാവുള്ളൂ. ഓക്കെ, കറക്റ്റ് ആണ്. പെട്ടെന്ന് വിടാം. 2 കാര്യങ്ങളെ പറഞ്ഞിട്ട് ഞാൻ വിടാം. മീറ്റർ എത്തിരി സ്പീഡിൽ പോവാണ്. 7th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചാൽ ചെയ്യാവുന്നതാണ്. നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. വായിച്ച് നോക്കുക, ചെയ്ത് നോക്കുക. ഇനി ഇതിനകത്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണ്ട, ഇത് കേട്ടിരിക്കുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. എന്താണ് ക്വസ്റ്റ്യനിൽ പറയാം. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഇതൊരു കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ മോഡലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു അത്. ആക്ച്വലി ഔട്ട് ഓഫ് സിലബസ് ആണ്. നിങ്ങൾക്ക് പറയുമ്പോൾ അത് പറയുന്നില്ല. പക്ഷേ ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കൊടുക്കും. ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ്, ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലം ആണിത്. അപ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് സിലബസ് ആണെന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാതെ വിടരുത്. അടുത്ത് ഇതാണ്. ക്ലേ സ്ട്രാറ്റം 2 meter thick has an initial overburden pressure of 50 kilonewton per meter square at its middle. Determine final settlement due to an increase in pressure of 40 kilonewton per meter square at the middle layer of the clay. The clay is over consolidated with a pre-consolidation pressure of 75 kilonewton per meter square. The values of coefficient of recompression and compression index are 0.05 and 0.25 respectively. The initial void ratio is 1.4. ഒരു ക്ലേ ലെയർ ഉണ്ടായിരുന്നു. അതിലൊരു ഓവർബേർഡൻ പ്രഷർ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു പ്രീ കൺസോൾട്ടേഷൻ പ്രഷറാണ്. ഓക്കെ, പ്രീ കൺസോൾട്ടേറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഓവർബേർഡൻ പ്രഷർ ഒരു ലോഡ് ഉണ്ട്. ദെൻ മിഡിൽ ലെയർ ആണെന്ന് പറഞ്ഞു. അതുകൂടാതെ പിന്നെയും പറഞ്ഞു ഒരു ഇൻക്രീസ് ഇൻ പ്രഷർ ഉണ്ടായി. മിഡിൽ ലെയർ 40 kilonewton per meter square. അപ്പോഴുള്ള സെറ്റിൽമെന്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. ആ ക്ലേ ലെയർ ഓൾറെഡി ഓവർ കൺസോൾട്ടേറ്റഡ് ആയിരുന്നു വിത്ത് എ പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ ഓഫ് 75. ഓൾറെഡി ഒരു പ്രഷർ അതിനകത്ത് അപ്ലൈ ചെയ്ത് ഉണ്ടായിരുന്നു നേരത്തെ തന്നെ 75 kilonewton. അങ്ങനെയാണെങ്കിൽ സെറ്റിൽമെന്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓവർ കൺസോൾട്ടേറ്റഡും ആണ് ഓവർ കൺസോൾട്ടേറ്റഡും ആണ്, അല്ലെങ്കിൽ പ്രീ കൺസോൾട്ടേഷൻ പ്രഷറും ഉണ്ട് ആ സോയിലിൽ, നോർമൽ പ്രഷറും ഉണ്ട്. അപ്പം അതിനർത്ഥം എന്താണ്, ഒരു കംപ്രഷൻ സ്റ്റേജും ആ സോയിലിനുണ്ട്, റീകംപ്രഷൻ സ്റ്റേജും ആ സോയിലിന് സംഭവിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് രണ്ടും കൂടെ വരുന്ന ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. കണ്ടോ, റീകംപ്രഷൻ ഇൻഡെക്സ് ഈ ഇക്വേഷൻ, കംപ്രഷൻ ഇൻഡെക്സ് വരുന്ന തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ഇക്വേഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വേണം ചെയ്യാൻ. അതിൽ ഹൈറ്റ് 2 meter ആണ്. ഓവർ ബേർഡൻ പ്രഷർ എന്ന് പറയുന്നതാണ് ഇഫക്റ്റീവ് സ്ട്രെസ് σ0 ബാർ. ഇൻക്രീസ് ഇൻ പ്രഷർ എന്ന് പറഞ്ഞ് 40 നമുക്ക് തന്നിട്ടുണ്ട്. കൺസോൾട്ടേഷൻ പ്രഷർ എന്ന് പറയുന്നത് σc ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ കണ്ടോ, റീകംപ്രഷൻ ഇൻഡെക്സിൻ്റെ ഇക്വേഷനിലാണ്. CR തന്നിട്ടുണ്ട്, CC തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ 2 കേസും വരുന്നു എന്ന് നമ്മൾ ഇനീഷ്യലി മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ റീകംപ്രഷൻ ഇൻഡെക്സും കംപ്രഷൻ ഇൻഡെക്സും വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും രണ്ടും കൂടെ കമ്പൈൻഡ് ഇക്വേഷൻ ആണെന്ന്. ഒരു എളുപ്പ വഴി അതാണ്. രണ്ടാമത്തെ കേസ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ വിത്ത് ആൻ ഓവർ കൺസോൾട്ടേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓവർ കൺസോൾട്ടേറ്റഡ് സോയിലാണ്, അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, ഒരു പ്രീ കൺസോളിഡേഷൻ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സോയിലിന് ഒന്ന് ലോഡിങ് നടന്നു, അൺലോഡിങ് നടന്നു, പിന്നെ റീലോഡിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കംപ്രഷൻ ഇൻഡെക്സും റീകംപ്രഷൻ ഇൻഡെക്സും വന്നേക്കുന്നത്. അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ രണ്ടും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും എഴുതി വയ്ക്കുക. അതിനുശേഷം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന σc അതായത് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഓവർ ബേർഡൻ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കണം. σc വിൽ ബി ഗ്രേറ്റർ ദാൻ σ0. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം 75 ആണ് σc ഇവിടെ,
സിഗ്മ സീറോയുടെ വാല്യൂ 50 ആണ്. അപ്പോൾ ആ കണ്ടീഷൻ ഓക്കെയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ബട്ട് സിഗ്മ സി വിൽ ബി ലെസ് ദാൻ സിഗ്മ സീറോ പ്ലസ് സിഗ്മ ബാർ. സിഗ്മ സീറോ എത്രയാണ്? 50 ആണ്. ഡെൽറ്റ സിഗ്മ ബാർ എത്രയാണ്? 40 ആണ്. 50ഉം 40ഉം 90, 75നേക്കാൾ കുറവാണ്. ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? റീകംപ്രഷൻ ഇൻഡെക്സും കംപ്രഷൻ ഇൻഡെക്സും കൂടെ വരുന്ന ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ക്ലിയർ ആയോ പറഞ്ഞത്? എല്ലാ ഡീറ്റെയിൽസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ റീകംപ്രഷനും കംപ്രഷൻ ഇൻഡെക്സും തന്നത് കൊണ്ട് ഇത് രണ്ടും യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കമ്പൈൻഡ് എഫക്റ്റ് വരണമെന്നില്ല. എപ്പോഴേ ഇഫക്റ്റ് വരുള്ളൂ? ഈ കണ്ടീഷൻ സിഗ്മ സി ഗ്രേറ്റർ ദാൻ സിഗ്മ സീറോ ബട്ട് സിഗ്മ സി ലെസ് ദാൻ സിഗ്മ സീറോ ബാർ പ്ലസ് ഡെൽറ്റ സിഗ്മ ബാർ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഫൈനൽ സെറ്റിൽമെൻറ്റ് നമ്മൾ കംപ്രഷൻ ഇൻഡെക്സ് കൊണ്ടും റീകംപ്രഷൻ ഇൻഡെക്സ് കൊണ്ടും ഉള്ളത് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം. ഇത് നിങ്ങൾ ഹൈറ്റ് ഓഫ് മെത്തേഡ്, വോളിയം മെത്തേഡ് ഇത് ജസ്റ്റ് നോക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ലാസ്റ്റ് വൺ, ഇതൊരു കൺസോളിഡേഷൻ ടെസ്റ്റ് നടത്തിയ റിസൾട്ടാണ്. ഒരു നോർമലി കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലേയിൽ കൺസോളിഡേഷൻ ടെസ്റ്റ് നടത്തിയ റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് സിഗ്മയുടെ വാല്യൂയും കിട്ടി, ഇയും കിട്ടി. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് പ്ലോട്ട് ഇ ലോഗ് സിഗ്മ ബാർ കർവ്, ഇയും ലോഗ് സിഗ്മ ബാറും വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കോഎഫിഷ്യന്റ് ഓഫ് കംപ്രഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കാണാം? അപ്പം ലോഗ് സിഗ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സെമി ലോഗ് ഗ്രാഫ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക? എക്സ് ആക്സിസിൽ ലോഗ് സിഗ്മയെ മാർക്ക് ചെയ്യണം. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, വൈ ആക്സിസിൽ എന്ത് ചെയ്യണം? വൈ ആക്സിസിൽ വോയിഡ് റേഷ്യോ അങ്ങനെ വേണം പ്ലോട്ട് ചെയ്യാൻ. എക്സ് ആക്സിസിൽ ലോഗ് സിഗ്മ ആയിരിക്കും എപ്പോഴും, വൈ ആക്സിസിൽ ഇയും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ വാല്യൂസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ലോഗ് സിഗ്മ, അതായത് ലോഗ് സിഗ്മ കണ്ടതിന് ശേഷം ആ വാല്യൂ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക, ഇയുടെ വാല്യൂ വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്യുക. അതിനുശേഷം ഈ പോയിന്റ് പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതേ കണ്ടോ? ലോഗ് സിഗ്മ ഇ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടണേ. ഈ കർവിൻ്റെ സ്ലോപ്പാണ് എന്ത്? കംപ്രഷൻ ഇൻഡെക്സ്. ഈ കർവിൻ്റെ ഏതെങ്കിലും രണ്ട് നോൺ പോയിന്റ്സ് എടുക്കാം, അറിയാത്ത പോയിന്റ്സ് എടുക്കാം. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലോപ്പ് എടുക്കുക. ആ സ്ലോപ്പ് വാല്യൂ ആണ് എന്ത്? കംപ്രഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കംപ്രഷൻ എന്ന് പറയുന്നത്. കണ്ടോ? കാണിച്ചു തരാം. ഇത് ഡെൽറ്റ ഇ ബൈ ലോഗ്. അപ്പോൾ 2 പോയിന്റ് എടുത്തു സ്ലോപ്പ് എടുക്കാൻ, അത് ബൈ ഇത്. നെഗറ്റീവ് ഉണ്ട്, ആ നെഗറ്റീവ് മറക്കരുത്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് കാണിക്കാനാണ് ആ മൈനസ് സൈൻ. ഇൻ കേസ് ഗ്രാഫ് ചോദിച്ചാൽ, കോഎഫിഷ്യന്റ് ഓഫ് കംപ്രഷൻ ചോദിച്ചാൽ തന്നിരിക്കുന്ന രീതിയിൽ നിന്ന് ഗ്രാഫ് വരച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വരച്ച് നോക്കുക, സ്ലോപ്പ് എടുക്കുക. ക്ലിയർ ആയോ? ഇതിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പിന്നെ ഇതാണ്. ഓക്കെ ഓക്കെ. പഠിച്ചു നോക്കുക. ഓക്കെ, ഞാൻ 4th മൊഡ്യൂൾ തീർന്നു. ഇതിനകത്ത് 1-2 പ്രോബ്ലം കിട്ടുള്ളൂ. അത് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. എല്ലാവരും നോക്കുക.